ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മീൻ മേടിക്കുന്നിടത്താണെങ്കിൽ ഇത് വല്ല കാലത്തേ വരാറുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പം കരിമീൻ കിട്ടിയ സ്ഥിതിക്ക് കരിമീൻ പൊള്ളിച്ചതാക്കാന്ന് ഞാൻ ഓർത്തു. കരിമീൻ പൊള്ളിച്ചതാക്കാനുള്ള വാഴയിലേക്ക് ഇതാ ആ കാണുന്ന പറമ്പില്ലേ, അവിടെ പോയി വെട്ടേണ്ടി വരും. ഇപ്പം പകല് വലിയ മഴയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പാമ്പുള്ള സ്ഥലമാണ്. പിന്നെ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ചോണ്ട് കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചാൻ എന്നെ ഉപദേശിച്ചാ വിട്ടത് പാമ്പുണ്ടോ എന്ന് നോക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് എവിടെയെല്ലാം നോക്കിയാ പോകുന്നത്. എൻ്റെ വലിപ്പത്തിനുള്ളൊരു വാഴയില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു തരത്തിലാണ് വാഴയില എടുത്തത്. ഇനി ഇവിടെ നല്ല കാറ്റുള്ള സ്ഥലമായതുകൊണ്ടേ വാഴയില എല്ലാം ഇങ്ങനെ മുറിഞ്ഞു കിടക്കുമായിരുന്നു. ഒരു നല്ല മെനയുള്ള ഒരു വാഴയില ഇല്ലായിരുന്നു. പിന്നെ കിട്ടിയതായിട്ട് എടുത്തോണ്ട് പോന്നു. അപ്പോഴേ ഡാഡയും മോളും കൂടെ എന്നെ നോക്കി നിപ്പുണ്ട് മുകളില്. കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഇത്രയും വാഴയില എടുത്തത്. എനിക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. പിന്നെ കിട്ടിയ വാഴയിലക്കകത്തൊന്ന് കൊള്ളാവുന്ന നോക്കി ഞാൻ മുറിച്ചെടുത്ത് വെച്ചു. ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമുള്ളത് എടുത്തിട്ടേ ബാക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് ദിവസം ഇരുന്നോളും. ഇന്ന് ഇച്ചാനുള്ള ദിവസം ആയതുകൊണ്ട് മിക്കുവിൻ്റെ ഏറെ ഇച്ചാനായിരുന്നു. അവളുടെ ഡാഡേനെ പേടിപ്പിച്ച് നടക്കുക. ഇന്നും കൂടെ മിക്കുവിന് പേടിപ്പിച്ചിങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. നാളെ തൊട്ട് മിക്കുവിന് ക്ലാസ് തുടങ്ങും. കരിമീൻ ക്ലീൻ ചെയ്യാൻ നല്ല പാടാ. ഇന്നാണെങ്കിൽ എൻ്റെ കത്തിക്കും കത്രികയ്ക്കും ഒന്നിനും മൂർച്ചയില്ലാത്ത പോലെയായിരുന്നു. എറണാകുളത്തൊക്കെ കരിമീൻ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കല്ലിലിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കുക അവർ ചെയ്യുന്നത്. ഇവിടെ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കത്തിയും കൊണ്ട് ഇങ്ങനെ കിള്ളിയെടുക്കുക. കല്ലുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് പണി കഴിയും. ഇത് ഒരുപാട് സമയം എടുക്കുക. ഈ കല്ലുപയോഗിക്കാതെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗം ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർത്ത് ഉള്ളി തീർന്നു പോയ കാര്യം. പിന്നെ ഞാൻ ഇച്ചായനെയും മിക്കുവിനെയും കൂടെ പറഞ്ഞു വിട്ടു ഉള്ളി മേടിക്കാൻ. എനിക്കാണെങ്കിൽ ഇവിടെ ഉള്ളിക്ക് വൻ ചിലവാണ്. ഞാൻ എല്ലാത്തിനകത്തും ഉള്ളി വാരിക്കോരിയിടും. ഈ മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി നാരങ്ങാനീരും കൂടെ ഒഴിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ തിരുമ്മിയിട്ട് കുറച്ച് നേരം വെക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ പിടിക്കുകയുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി വന്നതിന് ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വറുക്കാനിട്ടു. അപ്പോഴേക്ക് ഈ ചായനൊക്കെ ഉള്ളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഉള്ളി നമ്മൾ ഉപയോഗിക്കുന്നത് കരിമീൻ വാഴയില പൊള്ളിക്കാൻ എടുക്കുമ്പം അതിൻ്റെ അരപ്പായിട്ടാണ് കേട്ടോ. ഉള്ളി മാത്രം പോരാ, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ മീൻ വറുക്കാനിട്ടിട്ട് വേഗം തന്നെ ഇതെല്ലാം കൂടെ പൊളിച്ചെടുത്തു. പിന്നെ ഞാൻ അരിയാനൊന്നും നിന്നില്ല, ഞാൻ ഇടിച്ചെടുക്കുക ചെയ്ത് ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ഇടാം. അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും. പിന്നെ ഞാൻ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ തക്കാളി ഇടുന്നത്. തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുക്കി എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇലയിലോട്ട് മാറ്റാം. ഇല വെച്ചപ്പം ആദ്യം ഞാൻ കുറച്ച് അരപ്പ് വെച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു മീൻ വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ അരപ്പ് വെച്ചു. എന്നിട്ടാണ് ഞാൻ പൊതിഞ്ഞ് വെച്ചത്. ഞാനാണെങ്കിൽ വലിയ കാര്യത്തിന് ആദ്യം ഇല വാട്ടാതെ പൊതിഞ്ഞ് വെക്കാൻ നോക്കി, പക്ഷെ ശരിയായില്ല. പിന്നെ ഞാൻ ഇല വാട്ടിയിട്ടാണ് പൊതിഞ്ഞ് വെച്ചത്. ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ മീനും ഞാൻ ഇലക്കകത്ത് പൊതിഞ്ഞ് വെച്ചു. പിന്നെ ഒരു പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം തീയിലിട്ട് അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് പൊള്ളിച്ചെടുത്തു. ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ഒരുപാട് സമയം പോയായിരുന്നു. കാരണം ഞാൻ മീൻ വെട്ടാൻ ഒരുപാട് സമയം എടുത്തു. അതുകൊണ്ട് ഞാൻ മീനെടുത്ത് ഉടനെ ഇച്ചാനൊക്കെ ഓടി വന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ലതായിരുന്നു, പക്ഷേ ഇച്ചിരി എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. കാരണം ഞാൻ കാശ്മീരി ചില്ലി ഇടുന്നത്, അതുകൊണ്ട്. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ശരി, നാളെ കാണാം.